ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബീഫ് ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഈ ഒരു റെസിപ്പി. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യം തന്നെ ഞാനിവിടെ ഇതിലോട്ട് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിലുള്ളത്. ആദ്യം തന്നെ നമുക്കൊരു 500 ഗ്രാം ബീഫ് എടുക്കാം. 250 ഗ്രാമിൻ്റെ 2 കപ്പ് ബീഫാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് ആദ്യം തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുള്ള ബീഫാണ്. പിന്നെ അതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ ഒരു 1/8 കപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഇതിലോട്ട് നമുക്ക് ചേർക്കാം. ഇനി ബീഫ് വേവിക്കാൻ ആവശ്യമാണെങ്കിൽ വെള്ളം ചേർക്കാം. വെള്ളം ചേർക്കുന്നില്ലെങ്കിലും പ്രശ്നമില്ല, അങ്ങനെ തന്നെ ബീഫ് വേവിച്ചാൽ മതിയാവും. ഇനി ഇതെല്ലാം നമുക്കൊരു പ്രഷർ കുക്കറിലോട്ട് മാറ്റാം. അതിനുശേഷം നന്നായിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഒരു പാൻ എടുത്ത് ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് ഒരു 1/4 കപ്പോളം ഓയിൽ ഒഴിക്കാം. ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം അതിലോട്ട് 2 ചുവന്ന മുളകും അതുപോലെ ഒരു 6 കശുവണ്ടി പരിപ്പും കൂടെ നമുക്ക് ഇതിലോട്ട് നെടുകെ മുറിച്ചിട്ടിടാം. ഇനി ഇത് രണ്ടും നല്ലതുപോലെ നമുക്ക് വറുത്തെടുക്കാം. വറുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കശുവണ്ടി പരിപ്പും അതുപോലെ തന്നെ ചുവന്ന മുളകും നമുക്ക് ഈ പാനിൽ നിന്നും മാറ്റി വെക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഈ പാനിൽ നിന്നും മാറ്റി വെക്കാം. എല്ലാം മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിലോട്ട് തന്നെ ഒരു വലിയ സവാള എടുത്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ഇടാം. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/8 കപ്പ് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് കൂടെ ഇതിലോട്ട് ചേർക്കാം. ഇത് രണ്ടും ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഞാൻ ഉപയോഗിച്ച ബീഫ് ഓൾറെഡി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് തിളപ്പിച്ച് വെച്ചതായിരുന്നു. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും അതിലോട്ട് ചേർക്കാതിരിക്കാൻ മറന്നു പോവരുത് ഫ്രഷ് ബീഫ് എടുക്കുമ്പോൾ. ഇനി നമുക്ക് ഈ ഉള്ളിയിലോട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടെ ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഇതിലോട്ട് ചേർക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾ വേവിക്കുമ്പോൾ ബീഫിൽ വെള്ളമുണ്ടെങ്കിൽ ആ വെള്ളം കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം, എന്നാലേ മസാല ഒക്കെ നല്ലതുപോലെ കിട്ടുള്ളൂ. ഇനി അതുപോലെ നമുക്കൊരു 1/4 കപ്പോളം ക്യാപ്സിക്കവും കൂടെ ഇതിലോട്ട് ചേർക്കാം. പിന്നെ ഒരു 1/2 കപ്പ് മല്ലിയില കൂടി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കാഷ്യൂ നട്ടും അതുപോലെ ചുവന്ന മുളകും ഇതിലോട്ട് നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാം. അതുപോലെ നമുക്ക് ഇതിലോട്ട് ഒരു ചെറുനാരങ്ങയുടെ പീസ് എടുത്ത് അതിൻ്റെ നീര് കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഈ ചെറുനാരങ്ങ നീരൊക്കെ നല്ലതുപോലെ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ ബീഫ് ഫ്രൈ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ല റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.